Hi everyone, welcome to Krish Talks. നമ്മുടെ ഫ്രിഞ്ചസിന്റെ അവസാനത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇതിൽ നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, MCQന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ 2 മാർക്ക് ഷോർട്ട് എസ്സേ ബാർകോഡ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച്, പിന്നെ സീലിംഗ് നമ്മൾ നോക്കി എഴുതേണ്ടതിനെ കുറിച്ച്, പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റ് അപ്പൊ ഇതില് ലാസ്റ്റേക്ക് പോകുന്ന സമയത്ത് കാണാം നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇതാ ഇവിടെ തൊട്ട് തുടങ്ങും. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ഇട്ടതാണ്. അത് BComകാർക്കായിരുന്നു രാവിലെ എക്സാം, അത് കഴിഞ്ഞ് BA BSCക്കാർക്ക്. അപ്പൊ BComകാരുടെ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ MCQ 2 പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്റ്റന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള റിവിഷൻ, ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചുകൾ, പിന്നെ ഫൈനൽ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് 3 പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻട്രോ ലൈൻസിന്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതിന് മുന്നും നമ്മൾ എസ്സേ, ഷോർട്ട് എസ്സേ, 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഇത്രയും വീഡിയോസ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ നമ്മൾ എല്ലാം അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി പഠിച്ച് സെറ്റാക്കി പോവാ എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ദെൻ നമ്മൾ ഈ ടിപ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എല്ലാ സബ്ജക്റ്റ്, എസ്പെഷ്യലി ഇംഗ്ലീഷ്, മലയാളം കുട്ടികൾ വന്ന് പറയുന്നതാണ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ടൈം കിട്ടിയില്ല, ഏകദേശം എല്ലാം എഴുതി എസ്സേ എഴുതാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതൊക്കെ. ടൈം മാനേജ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എക്സാം 2.5 മണിക്കൂർ എക്സാം ആണ് വരുന്നത്. ഓക്കെ, 2.5 മണിക്കൂറാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം ഈ ഒരു 2.5 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1/2 മണിക്കൂർ എസ്സേക്ക് മാറ്റി വയ്ക്കുക. എസ്സേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പ്ലസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, പാഠഭാഗം അറിയാവുന്ന കുട്ടികൾക്ക് തള്ളിമറിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എസ്സേ സെക്ഷൻ. ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്ത് വെറുതെ പാഠഭാഗം സമ്മറി അങ്ങോട്ട് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്കാണ്. 5 പാരഗ്രാഫ് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടി. അപ്പം എസ്സേയുടെ ആ ഒരു സെക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം ആദ്യം എസ്സേ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ആദ്യത്തെ 1/2 മണിക്കൂർ എന്ത് ചെയ്യുക, ആദ്യത്തെ 1/2 മണിക്കൂർ നിങ്ങൾ എസ്സേക്ക് വേണ്ടി മാറ്റിവെക്കുക. അവസാനം എസ്സേ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവസാനത്തെ 1/2 മണിക്കൂർ എസ്സേക്ക്. 1/2 മണിക്കൂർ ഞാൻ ഉദ്ദേശിച്ചത് 2 എസ്സേ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. 15 മിനിറ്റ് ഒരു എസ്സേക്ക്, 15 മിനിറ്റ് അടുത്തൊരു എസ്സേക്ക്. അങ്ങനെ 1/2 മണിക്കൂർ എസ്സേ സെക്ഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. പിന്നെ ഈസി ആയിട്ട് നമുക്ക് എഴുതി പോരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് 2 മാർക്കിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻട്രോ ലൈനും അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു 3 or 4 ലൈനിൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിന്റെ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 മാർക്കിന്റെ ഏരിയ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണം. അവിടെ നിങ്ങൾ സീലിംഗ് നോക്കരുത്. എല്ലാ ക്വസ്റ്റിനും 2 മാർക്കിന്റെ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ 1-2 പിള്ളേർ ചോദിക്കുന്നതാണ്, സീലിംഗ് ഇല്ലേ മിസ്സേ, പിന്നെ എന്തിനാണ് എല്ലാം അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. 2 മാർക്കിൽ നമുക്ക് എന്താ പറയുക, മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ഇപ്പോൾ 15 എണ്ണത്തിൽ 13 എണ്ണം എഴുതാം എന്നുണ്ടെങ്കിൽ അത്രയും തന്നെ എഴുതി നിർത്തുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതിൽ നമുക്ക് തെറ്റാണെങ്കിൽ അവിടെ നമ്മൾ ആ മാർക്ക് പോയി. പക്ഷെ എല്ലാം എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരെണ്ണം തെറ്റിയാലും മാർക്ക് അവിടെ ബാലൻസ് ആവും. അതിനാണ് ഞാൻ ഈ 2 മാർക്കിന്റെ ഏരിയ എല്ലാം എഴുതാൻ പറയുന്നത്. 2-3 വരി എഴുതേണ്ട സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് 2 മാർക്കിന്റെ ഏരിയ നിങ്ങൾ എല്ലാം എഴുതണം. ഓക്കെ, അപ്പൊ അതിന് ഒരു 1 അവർ നിങ്ങൾ 2 മാർക്കിന് വേണ്ടി മാറ്റി വയ്ക്കുക. 1 അവറിൽ അതിൽ കൊടുത്തിരിക്കുന്നത് 15 ആണെങ്കിൽ 15 ക്വസ്റ്റ്യൻസ്, എത്രയാണെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യുക. 15 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും 3-4 വരി വെച്ച് എഴുതിയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ 1 അവർ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, 1 അവർ നമ്മൾ 2 മാർക്കിന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ 1/2 മണിക്കൂറും കഴിഞ്ഞു, 1 മണിക്കൂർ, 1.5 മണിക്കൂർ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് എത്രയാണ്, 1 മണിക്കൂറാണുള്ളത്. അപ്പം നമ്മൾ ആ 1 മണിക്കൂർ ഷോർട്ട് എസ്സേക്ക് മാറ്റി വയ്ക്കുക. ഷോർട്ട് എസ്സേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താ പറയുക, 2 മാർക്കിൻ്റെ ഏരിയ നിങ്ങൾക്ക് 1 അവർ വേണ്ട എന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് എടുക്കാം. നിങ്ങൾക്ക് 45 മിനിറ്റ്സ് 2 മാർക്കിന് എടുത്തിട്ട് ഇതിന് ഒരു 1.25 മണിക്കൂർ എന്തിനു കൊടുക്കുക, 1 മണിക്കൂറും പിന്നെ ഒരു 15 മിനിറ്റും ഷോർട്ട് എസ്സേക്ക് വേണ്ടി കൊടുക്കുക. അപ്പം എന്തായാലും ഈ 2 മാർക്ക് ഷോർട്ട് എസ്സേ നിങ്ങളൊന്നും അതിൽ മാറ്റം വന്നാലും കുഴപ്പമില്ല. പക്ഷേ എസ്സേ 1/2 മണിക്കൂർ എസ്സേക്കായിട്ട് മാറ്റി വെക്കണം. അത് നിർബന്ധമാണ്. അതിന് കൂടാൻ പാടില്ല, സമയമില്ല നമുക്ക്. അപ്പോൾ 1/2 മണിക്കൂറിൽ 2 എസ്സേ കൃത്യമായിട്ട് വൃത്തിയിൽ എഴുതാനുള്ള സമയമാണ്. ആദ്യം എസ്സേ എഴുതുന്ന കുട്ടികൾ ആദ്യത്തെ 15 മിനിറ്റ്, അവസാനം എസ്സേ എഴുതുന്ന കുട്ടികൾ അവസാനത്തെ 15 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ എസ്സേക്ക് എടുത്ത് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമ്മുടെ MCQന്റെ കേസ് കിടക്കുമ്പോൾ
ഇപ്പോഴും ഒരു സെം എക്സാം കഴിഞ്ഞിട്ടും ഒത്തിരി പേര് ചോദിക്കുകയാണ് എന്താണ് MCQ എന്നുള്ളത്. MCQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനും അതിന് ഓപ്ഷൻസ് 4 ഉണ്ടായിരിക്കും. ഇത് ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് MCQ വരുന്നത്. റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്റേണൽ മാർക്ക് ഉള്ളതുപോലെ ഡിസ്റ്റന്റ് ആയിട്ടുള്ളവർക്ക് അത് ഇല്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളതാണ് MCQ. അവർക്കൊരു 15 മിനിറ്റ് അത് MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം എക്സ്ട്രാ കൊടുക്കും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ നിങ്ങൾ MCQ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തെറ്റ് വരാതെ സൂക്ഷിക്കുക. MCQയിലാണ് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാനുള്ള അവസരമുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതണം കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് MCQയിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത വട്ടം സപ്ലി വരും. ഇനിയിപ്പോൾ എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത വട്ടം സപ്ലി എക്സാം എഴുതുമ്പം MCQന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ആൻസർ ചെയ്യണം, പക്ഷെ അത് വാല്യൂ ചെയ്യില്ല. നിങ്ങൾ ആദ്യം എഴുതിയ MCQ അത് മാത്രം, അതിലത്തെ മാർക്ക് മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് MCQ സീരിയസ് ആയിട്ട് കണ്ട് തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ 2 മാർക്കിന്റെ ഏരിയയ്ക്ക് വരുമ്പോൾ വാരി വലിച്ച് എഴുതാൻ നിൽക്കരുത്. അവിടെ നമ്മൾ സമയം കളയാനില്ല. നമുക്ക് ഇൻട്രോ ലൈൻ എഴുതേണ്ടവർക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ, റൈറ്ററിന്റെ പേരും പാഠഭാഗത്തിന്റെ പേരും അറിയാമെന്നുണ്ടെങ്കിൽ ഇൻട്രോ ലൈൻ എഴുതാം. അതിനുശേഷം ആൻസർ എഴുതി അവസാനിപ്പിക്കുക. ഷോർട്ട് എസ്സേ എഴുതുമ്പോൾ ഒരു പേജിന്റെ ഒരു പുറമാണ് നമ്മൾ ഷോർട്ട് എസ്സേക്ക് എഴുതേണ്ടത്. ഇപ്പോൾ ഇതൊരു പേജ് ആണെങ്കിൽ അതിന്റെ ഒരു ഫേസ്, ഇതാണ് നമ്മൾ ഷോർട്ട് എസ്സേ എഴുതേണ്ട. പാരഗ്രാഫ് തിരിക്കണ്ട, ഒറ്റ സ്ട്രെച്ചിൽ എഴുതിക്കോളൂ. ഇൻട്രോ ലൈൻ എഴുതിക്കോ, ആൻസറും എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ. ദെൻ എസ്സേക്ക് കിടക്കുമ്പോൾ ഒരു പേജിന്റെ ഒരു പുറം, ദെൻ അപ്പുറത്തെ പുറം, ഇങ്ങനെ ഒരു പേജിന്റെ അപ്പുറം ഇപ്പുറവും മിനിമം എഴുതിയിട്ടുണ്ടായിരിക്കണം എസ്സേക്ക്. പിന്നെ ഒരു പേജിന്റെ ഒരു കുറച്ചും കൂടി ഭാഗം എഴുതിയാലും, ഇത്ര എഴുതിയാലും തെറ്റൊന്നുമില്ല. മിനിമം ഒരു പേജിന്റെ അപ്പുറവും ഇപ്പുറവും എഴുതിയിട്ടുണ്ടായിരിക്കണം. 5 പാരഗ്രാഫ് തിരിച്ച് വേണം എസ്സേ എഴുതാൻ. ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ 2, 3, 4 പാരഗ്രാഫിൽ ആൻസർ സമ്മറി വെച്ച് എഴുതുക, ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്ത് എഴുതുക, അവസാനത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ. അങ്ങനെ വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. ദെൻ നമുക്കിപ്പം ബാർകോഡ് സിസ്റ്റത്തിലാണ് എക്സാം എഴുതേണ്ടത്. അപ്പോൾ ബാർകോഡ് ഒട്ടിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് ശീലമായി. അപ്പോൾ ബുക്ക്ലെറ്റിന്റെ കേസ് പറയാന്ന് വെച്ചാൽ ബുക്ക്ലെറ്റിലെ എണ്ണം കുറച്ചിട്ടുണ്ട് പേജുകളുടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൈയക്ഷരവും നിങ്ങൾ എത്രത്തോളം എഴുതും, നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് പേജ് സെറ്റാക്കി ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ സീലിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ ഷോർട്ട് എസ്സേ ഒക്കെ സീലിംഗ് നോക്കി തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. എസ്സേ 2 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 2 മാർക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണം. ഷോർട്ട് എസ്സേന്റെ ഭാഗത്ത് മാത്രം നിങ്ങളൊന്ന് സീലിംഗ് നോക്കി എഴുതിയാൽ മതി. എത്ര എണ്ണമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി. പിന്നെ എല്ലാവരും വാച്ച് കൊണ്ടുപോവുക, 2 പാനയൊക്കെ കൊണ്ടുപോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ടേംസ് ഞാൻ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു അണ്ടർലൈൻ ചെയ്യാനായിട്ട് പെൻസിൽ കൊണ്ടുപോവാം. അപ്പോൾ ഈ കീ ടേംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വൈറ്റ് ഹെറോന്റെ ചാപ്റ്ററിൽ സിൽവിയ എന്നുള്ള പേര്, അത് പലതവണ നമ്മൾ സിൽവിയ എന്ന് എഴുതും, ഒരു തവണ അണ്ടർലൈൻ ചെയ്താൽ മതി. സിൽവിയ എന്നുള്ള പേര്, മിസ്സിസ് ടില്ലി എന്ന മുത്തശ്ശിയുടെ പേര്, മൂളി എന്ന പശുവിന്റെ പേര്, $10 വൈറ്റ് ഹെറോണിന് കണ്ടുപിടിക്കുന്ന ആൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഹണ്ടർ എന്നുള്ള ടേം. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. അപ്പൊ അത് പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യണ്ടേ. പെൻസിൽ എല്ലാവരും കൊണ്ടുപോവാ, ഹോൾ ടിക്കറ്റ് എല്ലാവരും കൊണ്ടുപോവാ. ഓക്കെ. അപ്പൊ റെഗുലർകാർ ഇത്രയൊക്കെയാണ് കൊണ്ടുപോകണ്ടേ. ഡിസ്റ്റന്റുകാര് കൊണ്ടുപോകുമ്പം ഇതേപോലെ തന്നെ വാച്ച്, പെൻ സാധനങ്ങൾ വേണം. ടൈം മാനേജ്മെന്റ് വാച്ച് മസ്റ്റ് ആണ്. അപ്പുറത്തിരിക്കുന്ന ആളെ തോണ്ടി സമയം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. അപ്പോൾ പിന്നെ കോപ്പിടിയുടെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാണ്ട്, എല്ലാവരും പോവല്ലേ നിൽക്കാൻ. ഞാൻ കോപ്പിടിയുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുണ്ട്, ക്രിസ്റ്റോക്സിന്റെ കാര്യം. അപ്പോൾ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഈ സംഭവങ്ങൾ കൂടി കൊണ്ടുപോകണം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ID തന്നിട്ടുണ്ടായിരിക്കും, ഒരു പേപ്പർ, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. അത് ഫസ്റ്റ് സെമ്മ് തൊട്ടേ നമ്മൾ ലാസ്റ്റ് ഇയർ വരെ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട പേപ്പറാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ID പേപ്പർ എന്തായാലും എല്ലാവരും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവർ കൊണ്ടുപോകണം. പിന്നെ എക്സ്ട്രാ ഒരു ID പ്രൂഫ്, ഒന്നില്ലെങ്കിൽ വോട്ടർ IDയോ അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ എങ്ങാനും ഒരു പ്രൂഫ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കണം. പിന്നെ അറ്റസ്റ്റ് ചെയ്ത ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഒരു ഗവൺമെന്റ് ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആയിരിക്കണം. അല്ലാത്ത കുട്ടികളെ എക്സാം എഴുതിപ്പിക്കില്ല. അപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ച കുട്ടികൾ ഇതൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് ഒന്ന് ഓർത്തോളൂ. ഇനി കോപ്പിടിയുടെ കേസ്, നമ്മുടെ കമന്റ് സെക്ഷനിൽ വരെ വന്നിട്ട് ബിറ്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ ഏതോ കോളേജിൽ എക്സാം എഴുതിയ കുട്ടികൾ ഇങ്ങനെ എക്സാം എഴുതിയപ്പം സാർ അവിടെ ക്ലാസ്സിൽ വെച്ചിട്ട് ആരാണ് ക്രിസ്റ്റോക്സ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ 1-2 കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ചേച്ചിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് അതിന് മറുപടി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം പിടിച്ച എല്ലാ ബിറ്റിൻ്റെയും വാട്ടർ മാർക്ക് ക്രിസ്റ്റോക്സ് എന്നാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ പണിക്ക് നിൽക്കരുത്. ഇനി എന്നെ
അവർ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് പിടിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് വേറെയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നൊക്കെ സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടം നമുക്ക് വരാനുണ്ട്. അപ്പം അത് ആലോചിച്ചിട്ട് നമ്മൾ ഡീബാർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാം എഴുതാനേ പറ്റില്ല, നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് പോകും. അപ്പം അതുകൊണ്ട് ആ അവസ്ഥയൊന്നും ഉണ്ടാക്കരുത് നിങ്ങൾ. പിന്നെ റിസൾട്ട് വരുമ്പോൾ അതിൽ കോപ്പി അടിച്ചതിനുള്ളതൊക്കെ എഴുതി വരും, ഒരു SMP എന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടാണ്. അതായത് നമ്മുടെ പേപ്പർ അവിടെ പിടിച്ചു വെച്ചതിനുള്ളത് നമ്മുടെ ഇപ്പം നമ്മൾ പാസ് ഫെയില് B+, A+ എന്നൊക്കെ ഇല്ലേ, അതിന് പകരം SMP എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ ഇടുക. ഒത്തിരി ടീച്ചേഴ്സ് പറയുന്ന ഒരു കേസാണ്, ക്വസ്റ്റ്യൻ നമ്പർ കുട്ടികൾ ഇടുന്നില്ല, ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് രണ്ടാമത്തെ ആൻസർ എഴുതുന്നു, അങ്ങനെയൊക്കെ. അപ്പം അത്രയും പോലും ശ്രദ്ധയില്ലാതെയാണ് എക്സാം എഴുതുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്താന്ന് അറിയാം, നല്ല കുട്ടികളാണ്. അപ്പോൾ കോപ്പി അടിക്കാതൊക്കെ നല്ല രീതിക്ക് പഠിച്ച് തന്നെ എക്സാം എഴുതുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് തന്നെ ഒന്നാമത്തെ ചോദ്യം മുതൽ എസ്സേൻ്റെ ചോദ്യം വരെ വായിച്ചു നോക്കുക. കാരണം അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് റൈറ്ററിൻ്റെ പേരും പാഠഭാഗത്തിൻ്റെ പേരൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടൊക്കെ എക്സാം എഴുതാൻ ശ്രമിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി ടൈം മാനേജ് ചെയ്ത് എഴുതുക, അറിയുന്നതൊക്കെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിലും എന്നെ പ്രാവാതി നല്ല രീതിക്കൊക്കെ പരീക്ഷ എഴുതി നിങ്ങൾ തിരിച്ചു വരിക. മിസ് പ്രാർത്ഥിക്കാം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.